പാലയിലേക്ക്. പാലയിൽ മാണി സി കാപ്പന്റെ പ്രചാരണ പരിപാടിയിൽ വി ഡി സതീശൻ പ്രസംഗിക്കുന്നു. അതിന്റെ തത്സമയം ജനങ്ങളുടെ സർവേ എന്താ സർവേ? ഞാനത് പറയട്ടെ. ജനങ്ങളുടെ സർവേ ടീം UDF 100-ലധികം സീറ്റുമായി പാലായിൽ പ്രിയങ്കരനായ മാണി സി കാപ്പൻ, ഈ പാലായുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഇനി തിരുവനന്തപുരത്തേക്ക് കാപ്പൻ വരുന്നത് വെറും MLA ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ് മാണി സി കാപ്പൻ. പാലായുടെ അഭിമാനം, ആ പാലായുടെ അഭിമാനം UDF ഉയർത്തിപ്പിടിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കേരളം മുഴുവൻ അതിശക്തമായ UDF തരംഗമാണ്. പാലയിലെ കടുത്ത മത്സരമാണെന്നൊക്കെ അതൊക്കെ വെറുതെ ചുമ്മാ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എത്ര വലിയ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്? ഒരു കടുത്ത മത്സരം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടും. ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇപ്രാവശ്യം മാണി സി കാപ്പൻ. ഞങ്ങൾ കുറച്ചു മുമ്പേ വന്നപ്പോ ഷോൺ ജോർജിന്റെ വലിയ റോഡ് ഷോ ഒക്കെ കണ്ടു. ഒരുപാട് അത് വോട്ടല്ലല്ലോ, ഷോയല്ലേ. ഷോയും വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് അവർക്കെതിരായി നടപടിയെടുത്താൽ ഇപ്പോഴത്തെ മന്ത്രിയുടെയും പഴയ മന്ത്രിയുടെ പേര് അവർ പറയും. അപ്പൊ അവര് ജയിലിൽ പോ, അത് പേടിച്ചിട്ടാ. ശബരിമല ഒരു വിഷയമാണ്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് അതിന്റെ ഫേക്ക് മോൾഡ് ഉണ്ടാക്കി കൊണ്ടുവച്ചത് ജനങ്ങൾ മറക്കോ? പാലയിലെ കർഷകർക്ക് FCRI ഈ ക്രൈസ്തവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കാൻ വേണ്ടി സംഘപരിവാർ സർക്കാർ കൊണ്ടുവന്ന ഏർപ്പാടാ. ഈസ്റ്റർ ആവുമ്പോ, ക്രിസ്മസ് ആവുമ്പോ അരമന കയറി കേക്ക് കൊടുക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് സംഘപരിവാറുകാരെന്ന് ജനങ്ങൾ തിരിച്ചു. എന്നാ പിന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ. ആർക്കെങ്കിലും പങ്കെടു അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയെ മുൻ മന്ത്രിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പാലായിലെ ജനങ്ങളുടെ ആ ഒരു പാലായിലെ റെക്കോർഡ് ഭൂരിപക്ഷം മാണി സി കാപ്പന്. കോട്ടയത്തൊക്കെ തൂത്തുവാരാൻ പോവാ. അപ്പൊ പാലായിലെ ജനങ്ങളുടെ ആ ഒരു ആവേശം, ആ ആവേശത്തിമർപ്പിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ രാമപുരത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വോട്ടേഴ്സ് എങ്ങനെ പോകുന്നു? നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ 1000 വോട്ടിന് കൂടുതലെങ്കിലും നമ്മൾ ജയിച്ചിരിക്കും. ഭൂരിപക്ഷം 16,300 എടുത്തിട്ടുണ്ട്. വലിയ വിഷയം തന്നെയാണ്. ഞങ്ങൾ കുറച്ചു മുമ്പേ വന്നപ്പോ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വലിയ ആവേശത്തോടു കൂടിയുള്ള വരവേൽപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് രാമപുരം ആ ഒരു ടൗണിലാണ്. അവിടെ എല്ലാ 3 പാർട്ടികളും തമ്മിൽ വാശിയേറിയ മത്സരം നടക്കുന്നുണ്ട്. കുറച്ചു മുൻപേ ഷോൺ ജോർജിന്റെ വലിയ റോഡ് ഷോ, റാലി ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ രാമപുരത്തേക്ക് ഇപ്പോൾ മാണി സി കാപ്പൻ, UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. ഈ രാമപുരം ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ്. നമ്മളെപ്പോഴും പറയില്ലേ സ്കേൻ, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ കാണാവുന്ന അപാലവൃദ്ധം ജനങ്ങൾ മുഴുവനും ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ, ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളവരാണ്. അടിപൊളിയല്ലേ? എങ്ങനെ മാണി സി കാപ്പൻ പാലായിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 100% ജയിച്ചിരിക്കും. മാണി സി കാപ്പൻ ജയിച്ചിരിക്കും. കടുത്ത മത്സരമാണെന്നാണല്ലോ പറയുന്നത്. ഒരു കടുത്ത മത്സരം വെറുതെ പറയുന്ന മാത്രമുള്ള ഒരു കടുത്ത മത്സരം പാലായിൽ ഇതുവരെ ഇല്ല. നല്ല മനോഹരമായ ദൃശ്യങ്ങളും കാണാം. ഇതിപ്പോ നല്ല പാട്ടുകൾ വെച്ച് ഉത്സവം പോലെ ഘോഷയാത്രയായി ഒരു പോകുന്നതാ. ഇത്ര മനോഹരമായ കാഴ്ചയുണ്ട്. അടിപൊളിയാണ്. ഇനിയുള്ള അടുത്ത ദിവസം കൂടെ കൊട്ടിക്കലാശത്തിന് മുൻപ് ഇങ്ങനെയാണെങ്കിൽ കൊട്ടിക്കലാശം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു.
തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് പാല ഇത്തവണ ത്രികോണ മത്സരമാണ്. എന്തായാലും UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. മാണി സി കാപ്പന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. ജോസ് കെ മാണി വിഭാഗവും കേരള കോൺഗ്രസും ജയിക്കുമെന്ന് പറയുന്നു. ഷോൺ ജോർജ് ഒരു വശത്ത് വെക്കുന്നു. എന്തായാലും ത്രികോണ മത്സരത്തിന് എല്ലാ പ്രതിനിധിയുമുണ്ട് സ്മിത ഇവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.